നമ്മൾ ആദ്യം ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് പോയ എന്തിനാ? ജീവജല നദിക്ക് എത്ര കിലോമീറ്റർ നീളം ഉണ്ടെന്ന് അറിയാനാണോ നമ്മൾ പോയത്? അല്ലെങ്കിൽ സ്വർഗത്തിൽ ദൈവം ഉണ്ടാക്കിയിരിക്കുന്ന സ്വർഗത്തിൻ്റെ വിസ്തീർണം എത്ര ഉണ്ടെന്ന് അറിയാനാണോ നമ്മൾ പോയത്? അല്ല, ഇതിനൊന്നുമല്ല നമ്മൾ പോയത്. എൻ്റെ വീട്ടിൽ സമാധാനം വേണം, എൻ്റെ പ്രശ്നത്തിനൊരു പരിഹാരം വേണം. ഇത് വലിയ പ്രതീക്ഷയോടെ നമ്മൾ പോയേ. ഇതിന് എവിടെ പോകാൻ പറ്റും? എല്ലായിടത്തും പോകാൻ പറ്റി, പോകാൻ പറ്റുന്ന സ്ഥലത്തെല്ലാം പോയി. എന്നാൽ ഇതിന് വേണ്ടിയിട്ട് ദൈവത്താൽ സ്ഥാപിതമായ ജീസസ് ക്രൈസ്റ്റിനെ ഉയർത്തുന്ന ചില വലിയ ജനനിബിഡമായ സ്ഥലങ്ങൾ നമ്മുടെ എല്ലാ പട്ടണങ്ങളിലുണ്ട്, എല്ലാ രാജ്യങ്ങളിലുമുണ്ട്, എല്ലാ ദേശങ്ങളിലും ദൈവം കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് ഞാനൊരു പേര് കൊടുക്കുന്ന, നമുക്ക് പഠിക്കാൻ, നമുക്ക് ഗ്രഹിക്കാൻ വേണ്ടി ഞാനൊരു പേര് കൊടുക്കുന്നതാണ് സുവിശേഷത്തിൻ്റെ കാലം. ഒരു വ്യക്തിയുടെ ക്രിസ്തീയ ജീവിത യാത്ര, വിശ്വാസ ജീവിത യാത്ര ആരംഭിക്കുന്നത് ഒരു സുവിശേഷ കാലത്തിലാണ്. എന്താ സുവിശേഷം? സുവിശേഷ കാലത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ശക്തമായ ശുശ്രൂഷയാണ്. കർത്താവായ യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കും. കർത്താവായ യേശു ക്രിസ്തു അവരുടെ മരിച്ചവരെ ഉയർപ്പിക്കുന്നു. യേശു അവരുടെ നടുവിലൂടെ നടന്ന് അവരുടെ ഇടയിലെ ബന്ധനസ്ഥരെ സ്വതന്ത്രരാക്കുന്നു. ഇതാണ് സുവിശേഷ കാലം. അതിന് ചില പ്രത്യേകതകളുണ്ട്, ശ്രദ്ധിച്ച് കേൾക്കണം. ഈ സുവിശേഷ കാലയളവിലെ പ്രസംഗിക്കപ്പെടുന്നത് മുഴുവൻ വലിയ ആത്മീക മർമ്മങ്ങളാണ്. അതിൻ്റെ ഒരു രസം എന്താണെന്നറിയാവോ? ഇത് പ്രസംഗിച്ചോണ്ടിരിക്കുന്ന പാസ്റ്ററായ അല്ലെ പ്രസംഗകനായ യേശു ക്രിസ്തുവിന്റെ കൂടെ നടക്കുന്നവർക്ക് പോലും ഈ പ്രസംഗിക്കുന്നതിന്റെ ആഴം മനസ്സിലാകുന്നില്ല. അവിടെ പ്രസംഗിക്കുന്ന വലിയ കാര്യങ്ങളാണ്, വലിയ വലിയ മർമ്മങ്ങളാണ് കർത്താവ് അവിടെ പ്രസംഗിക്കുന്നത്. പക്ഷെ ഇവർക്കാർക്കും ഇതിൻ്റെ മർമ്മം മനസ്സിലാകുന്നില്ല. പക്ഷെ ഇവർ കർത്താവിൽ നിന്ന് വിട്ടു മാറുന്നില്ല. അതിൻ്റെ കാരണം എന്താന്ന് വെച്ചാൽ ഇവരുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന അത്ഭുതങ്ങളെക്കുറിച്ച്, ഇവരുടെ ഭൗതിക മണ്ഡലത്തിൽ നടക്കാൻ പോകുന്ന വിടുതലുകളെക്കുറിച്ച് ഒരു വലിയ ആഗ്രഹം ഇവരുടെ അകത്ത് കിടപ്പുണ്ട്. രണ്ട്, ഈ സുവിശേഷങ്ങളുടെ കാലത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാവോ? വലിയ ജനസമുദ്രമാണ്, വലിയ ജനസമുദ്രമാണ്. സ്തോത്രം. ഈ ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ രക്തസ്രവക്കാരത്തി സ്ത്രീയെ, ബർത്തിമായി ഒക്കെ സൗഖ്യമാകുന്ന സമയത്ത് 25,000-ഓളം പുരുഷന്മാർ അവൻ്റെ ചുറ്റും കൂടിയിരുന്നെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം 5,500 പേർക്ക് കൊടുത്ത കാര്യം പറയുമ്പോൾ 5,000 പുരുഷന്മാർ എന്ന് അവിടെ എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വലിയ ജനസമുദ്രമായ, നമുക്കറിയാം, ഇപ്പോൾ പ്രസംഗിക്കുന്ന ഞാനടക്കം ഞങ്ങളുടെ ഇടയിലെ ശുശ്രൂഷകന്മാർ ആരോട് ചോദിച്ചാലും ഒരു കൺവെൻഷൻ പ്രസംഗിക്കാൻ പോകുമ്പം അല്ലെങ്കിൽ ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് പ്രസംഗിക്കാൻ പോകുമ്പോൾ അവിടെ 4 പേരെ ഉണ്ടായിരുന്നുള്ളൂ എന്നോർത്ത് ആരും സന്തോഷിക്കുകയില്ല. അവിടെ 4,000 പേരുണ്ടായിരുന്നു, ഞാൻ പ്രസംഗിച്ചത് 10,000 പേരുള്ള ഒരു വേദിയിലാന്ന് പറയുന്നത് നമുക്ക് വലിയ സന്തോഷമാണ്. ആൾക്കൂട്ടമാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. പക്ഷേ ഈ ആൾക്കൂട്ടം കൂടുതൽ കൂടുന്ന ശുശ്രൂഷകൾ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു, ബാക്കിയൊക്കെ നിങ്ങൾ പൂരിപ്പിച്ചോണം. ഞാൻ പറയുന്നതിനകത്ത് നിന്നേ പൂരിപ്പിക്കാവുള്ളൂ, അവിടത്തെ ഇവിടത്തെ കൊണ്ടുവച്ച് പൂരിപ്പിക്കരുത്. ഈ വലിയ ആൾക്കൂട്ടം ഉണ്ടാകുന്ന സ്ഥലങ്ങൾ മുഴുവൻ ഹല്ലേലൂയ യേശു ക്രിസ്തുവിനെ പരിചയപ്പെടുവാനായിട്ട്, സുവിശേഷങ്ങളിൽ നടന്നതുപോലെ അത്ഭുതങ്ങൾ നടക്കാനായിട്ട്, വലിയ വലിയ വീര്യപ്രവർത്തികൾ നടക്കാനായിട്ട് ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ടതാണ്. ഞാൻ വീണ്ടും പറയുന്നു, സുവിശേഷങ്ങളിലെ ശുശ്രൂഷകൻ യേശു ക്രിസ്തുവായിരുന്നു. ഈ അങ്ങനെയുള്ള കൂട്ടങ്ങളെ ക്രൂസൈഡുകൾ എന്ന് പറയാനാണ് എനിക്ക് താല്പര്യമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, സുവിശേഷങ്ങൾക്കകത്ത് സഭ ഭൂമിയിൽ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വലിയ ആൾക്കൂട്ടമുള്ള ആ സമൂഹത്തിൻ്റെ നടുവിൽ നമുക്ക് പോയാൽ ഇവര് അവിടെയും പോകും ഇവിടെയും പോകും. ഇവര് അവിടെ പോയും പ്രാർത്ഥിക്കും, ഇവിടെ പോയും പ്രാർത്ഥിക്കും. ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇവർക്ക് ആത്മീക ഡിസിപ്ലിൻ ഒന്നുമില്ല. ഇവരങ്ങോട്ടും ചാടും ഇങ്ങോട്ടും ചാടും. ഇവരുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ തങ്ങളുടെ ജീവിതത്തിൽ വിടുതലുണ്ടാകണം, തങ്ങളുടെ ഭൗതിക അവസ്ഥകൾക്ക് മാറ്റം ഉണ്ടാകണം എന്നുള്ള ചിന്തയല്ലാതെ ഇവർക്ക് പ്രത്യേകിച്ച് ആത്മീക സ്പിരിച്വൽ ഡിസിപ്ലിൻസ്, ആത്മീക മര്യാദകൾ ഒന്നും അവരുടെ ജീവിതത്തിലില്ല. കർത്താവിൻ്റെ കൂടെ നടന്ന ആൾക്കാരെ തന്നെ നിങ്ങൾ നോക്കിക്കേ. പത്രോസൊക്കെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂടെ നടന്നിട്ടും ശത്രുവിനെ സ്നേഹിക്കണമെന്ന് ആദ്യം തൊട്ട് കർത്താവ് പറയുക, എന്നിട്ടും പിടിക്കാൻ വന്നയാളെ വാളെടുത്ത് വെട്ടി. അപ്പം ഇവരെ ക്വാളിറ്റി അല്ല, കർത്താവ് പ്രാധാന്യം കൊടുക്കുന്നത് എപ്പോഴും ക്വാളിറ്റി
ക്വാളിറ്റിക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ടല്ലോ, യേശു കർത്താവ് പറഞ്ഞ അന്ത്യനാളിൽ വന്നിട്ട് അവർ എന്നോട് പറയും, നിന്റെ നാമത്തിൽ ഞങ്ങൾ അത്ഭുതങ്ങൾ ചെയ്തു, അടയാളങ്ങൾ ചെയ്തു, വിവിധ വീര്യപ്രവർത്തികൾ ചെയ്തു, ഞാൻ ഒരു നാൾ നിങ്ങളെ അറിയുന്നില്ല എന്ന് പറയും. അപ്പോൾ ആ നിലയിൽ ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും മാത്രം പ്രാധാന്യം കൊടുത്ത ഒരു കാലം നമുക്കുണ്ട്. അങ്ങനെ ഒരു കാലം എല്ലാ മനുഷ്യർക്കും ഉണ്ട്. ഇത് ദൈവം ഈ സംവിധാനം കൊണ്ടുവന്നേക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ പരിചയപ്പെടാൻ വേണ്ടിയാ. ചില ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് ഐഡിയ ഇല്ലാതെ അവർ പറയുന്നതൊക്കെ കൊണ്ട് അവിടെ എന്തോരം ആളാണ്, അവിടെ പോകുന്ന ആൾക്കാരെല്ലാം ഈ നമ്മുടെയൊക്കെ കൂട്ടായ്മയിൽ വന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ അവിടെ പോകുന്ന ആൾക്കാർ. പ്രിയരെ, നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം, ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ദൈവം സ്ഥാപിക്കാനായിട്ട് ദൈവം കൊണ്ടുവന്നിരിക്കുന്ന എന്തിനാണെന്നറിയാവോ? അവിടെ നടക്കുന്ന ശുശ്രൂഷ, ശ്രദ്ധിച്ചു കേട്ടോ, അവിടെ നടക്കുന്ന ശുശ്രൂഷയിലൂടെ ജനം സഭയ്ക്ക് നൽകപ്പെടുകയാണ്. ആ ശുശ്രൂഷകൾ അവിടെ നടക്കുന്നത് കൊണ്ട്, അങ്ങനെയുള്ള ശുശ്രൂഷകൾ നടക്കുന്നത് നിമിത്തം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, അവിടെ വന്ന് യേശുക്രിസ്തുവിനെ പരിചയപ്പെട്ട ആൾക്കാരിൽ 1%, അത് ഞാൻ പിന്നെ പറയാം, ഒരു കൂട്ടം ആൾക്കാർ സഭയിലേക്ക് കയറുകയാണ്. ഇനി നമ്മുടെ അടുത്ത വിഷയം അതാ.